ഹലോ, ഞാൻ ഡോക്ടർ ശ്രീകല വേണു. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഏപ്രിൽ 10 എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ സാമുവൽ ഹനുമാൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം 1755 ഏപ്രിൽ 10 ജർമ്മനിയിൽ ജനിച്ച ഒരു ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹം അലോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ അന്നത്തെ MD ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം അന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഒരേ അസുഖങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ശ്രദ്ധ കുറഞ്ഞു പോയി. കാരണം വീണ്ടും വീണ്ടും ഒരേ തരം രോഗികൾ വീണ്ടും വീണ്ടും വന്ന് കാണുന്നത് അതൊരു ശരിയായതല്ലല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം വേറെ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതി. അതായത് ആ സമയത്ത് മലേറിയ എന്ന് പറയുന്നൊരു രോഗത്തിന് ചികിത്സയില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് അന്നത്തെ ഒരു മരുന്നിൻ്റെ മാതൃസത്തെടുത്ത്, അതായത് മരുന്നിൻ്റെ ജ്യൂസ് എടുത്ത് കുറച്ച് രോഗികളിൽ കൊടുത്തപ്പോൾ മലേറിയ രോഗികളിലല്ല, ആരോഗ്യമുള്ള മനുഷ്യർക്ക് കൊടുത്തപ്പോൾ ഈ മലേറിയയുടെ സിംറ്റംസ് അതിലുണ്ടായി. മലേറിയൽ ഫീവറിൻ്റെ സിംറ്റംസ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പലരും പറഞ്ഞത് ആ ഒരു ഔഷധത്തിൻ്റെ കയ്പ്പ് രസം കൊണ്ടാണ് ഈ മലേറിയയുടെ സിംറ്റംസ് ഉണ്ടായതെന്ന്. പക്ഷെ അല്ല, അദ്ദേഹം അത് ആരോഗ്യമുള്ള വ്യക്തികളിൽ അതിൻ്റെ മാതൃസത്ത് കൊടുക്കുകയും അദ്ദേഹത്തിന് ഈ മലേറിയ ലൈക്ക് സിംറ്റംസ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതായത് ഉഷ്ണം ഉഷ്ണേന ശാന്തി, അല്ലെങ്കിൽ സിമിലിയ സിമിലിബസ് കുറെൻഡർ എന്ന് പറയുന്ന ശാസ്ത്രം. അത് ഇതാണ്: ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു മരുന്നിന് രോഗം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ആ രോഗശമനത്തിനുള്ള മരുന്ന്. അതായത് ഡിസീസ് പ്രൊഡ്യൂസിങ് പവർ ഈസ് ദ ഡിസീസ് റിഡ്യൂസിങ് പവർ. പ്രൊഡ്യൂസ് ചെയ്യാൻ പവറുള്ള ഒരെണ്ണത്തിന് മാത്രമേ ആ ഡിസീസിനെ റിഡ്യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹോമിയോപ്പതി ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഹോമിയോ വൈദ്യശാസ്ത്രമായിട്ട് ഉയർന്നതും ധാരാളം രോഗികൾക്ക് അതിൽ കൂടി, അതായത് സാധാരണ മരുന്നില്ല എന്ന് സങ്കല്പിച്ചിരിക്കുന്ന പല അസുഖങ്ങൾക്കും, അതുപോലെ പല ഓപ്പറേഷൻ വേണ്ടുന്ന കണ്ടീഷനുകളിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പല കേസുകൾക്കും നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബൃഹത്തായ സിസ്റ്റമാണ് ഹോമിയോപ്പതി. ഈ ഹോമിയോപ്പതി ദിനത്തിൽ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ബേർഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ദിനം ആശംസിക്കുന്നു. ഇതിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടറായിട്ട് ജനിക്കാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, ജയ് ഹോമിയോപ്പതി.